MGU3A Happy Village. It is inaugurated on 12th June 2024 at Kurkanjeri, Thrissur by U3A Director and Director of Tourism Department of MG University, Kottayam. What is Happy Village? It is a park where senior citizens share friendship and joy, health workouts, library, learn theme-centered interaction. It is a part of humanistic psychology, free yoga and meditation, farming medicinal plants, conducting cultural programs, tour programs, medical camps, etc. It is an extension program of Mahatma Gandhi University, Kottayam. ഞങ്ങൾ തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ നക്ഷത്ര കൂട്ടായ്മയുടെ ശില്പശാലയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഞാനും ഡൽഹിയിൽ നിന്നുള്ള ബോസും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം ബോസ് ചേട്ടനുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ശില്പശാലയിൽ യുത്രിയെ കുറുക്കഞ്ചേരി നക്ഷത്ര കൂട്ടായ്മയുടെ യുവാക്കളോടൊപ്പം ഉല്ലാസ പറവകളായി മുന്നോട്ട് വരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബോസ് ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുന്നതാണ്. കോട്ടയത്ത് നിന്ന് ഡോക്ടർ ടോണി കെ തോമസ്, ഡോക്ടർ സി തോമസ് അബ്രഹാം, ഡോക്ടർ ജോർജി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കൂടാതെ തൃശ്ശൂരിലെ തന്നെ വിവിധ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു. എല്ലാവർക്കും ബുക്കും പേനയും നൽകി സ്വീകരിച്ചു. വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പ്രാർത്ഥനാ ഗാനത്തോടെ ചടങ്ങ് തുടങ്ങി. Lead kindly light amid the encircling gloom. Lead thou me on. The night is dark and I am far from home. Lead thou me on. കൈവന്നു എന്നുള്ളതാണ് യുക്രൈനിലെ വരുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു നേട്ടം. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും സിനിമയ്ക്ക് പോകാനായിട്ട് ചെറുപ്പക്കാരൊക്കെ നോക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തില് സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം എന്നെ സിനിമയ്ക്ക് കൊണ്ടുവരാൻ പോകാറുണ്ട് എന്റെ അത്തനൊക്കെ. അപ്പൊ ആ സിനിമയ്ക്ക് പോകുന്ന ദിവസം നമുക്ക് ഭയങ്കര ത്രില്ലാണ്. എന്താണ്, നമ്മള് പണികളൊക്കെ വേഗം കഴിച്ചു വെച്ച് അതിനെ ഒരുങ്ങുന്നു. അതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങള് നമ്മള് ഈ യുക്രൈയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഓരോ ദിവസവും വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആയി. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ലേൺ, റീലേൺ, അൺലേൺ, ഇതിലെനിക്ക് വളരെ മുന്നേറാൻ കഴിയും. ഞാൻ കരുണയുള്ളവളായിരിക്കട്ടെ, ഞാൻ കരുണയുള്ളവളായിരിക്കട്ടെ. എന്റെ ദിവസങ്ങൾ ഞാൻ പൂർണ്ണമായും ജീവിക്കട്ടെ. വേരുറപ്പിച്ചു ഞാൻ ഈ ഭൂമിയിൽ നിൽക്കട്ടെ. വേരുറപ്പിച്ചു ഞാൻ ഈ ഭൂമിയിൽ നിൽക്കട്ടെ. ഒപ്പം ഞാൻ ആകാശത്തിന്റെ അപാരതയറിയട്ടെ. അങ്ങനെ ഞാനൊരു നടക്കുന്ന വൃക്ഷമാവട്ടെ.
എങ്ങനെയാണ് പല രാജ്യങ്ങളും അതിനെ ഏറ്റെടുത്തിരിക്കുന്നതെന്നുള്ള വ്യത്യാസമാണ് ശരിക്കും പല രാജ്യങ്ങളിലും മുതിർന്ന പൗരന്മാർ ഉണ്ടാകുന്ന നല്ല സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകുന്ന മോശം സാഹചര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയില് ഈ സാഹചര്യം മെച്ചപ്പെടുത്താൻ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേവലം ഭക്ഷണക്രമങ്ങളോ വ്യായാമങ്ങളോ മാറ്റിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല. ശരിക്കും ഓരോരുത്തരും ഓരോരുത്തരുടെ ഇപ്പൊ നമ്മൾ ഒത്തിരി ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പേര് ടൂറിന് പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഉദാഹരണം പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ആ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ദിവസം തന്നെയാണ്. നാളെ എനിക്ക് യൂത്ത് ഒരു പരിപാടിക്ക് പോകണം, പല കാര്യങ്ങളും ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ യൂത്ത് ഉദ്ദേശം എന്ന് പറയുന്നത്. ജപ്പാനില് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന് ഞാൻ മെസ്സേജിൽ കൂടെ ഉണ്ടായിരുന്നു. ആ മെസ്സേജ് ഇട്ടതും മേഴ്സി ടീച്ചറാണ്. ഞാൻ അതിന് മുമ്പ് ഈ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഒരു റെസ്റ്റോറന്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡർ എന്നാണ് ആ റെസ്റ്റോറന്റിന്റെ പേര്. ഇപ്പോഴും ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. പിന്നെ കാനഡയിൽ ഒരു റെസ്റ്റോറന്റ്, ഒരു കിച്ചൺ ഉണ്ട്, സാൻ കിച്ചൺ. ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഒരു ചെറിയ കഥയിലൂടെ പറയുകയാണ്. റെസ്റ്റോറന്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡർ എന്ന് പറയുന്നത് ഓർമ്മ പോയ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. ഓർമ്മ കുറഞ്ഞ റെസ്റ്റോറന്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡർ എന്നാണ് ആ റെസ്റ്റോറന്റിന്റെ പേര്. ഞാൻ വിദ്യാർത്ഥികളെ പലതവണ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഗവേഷകരുമായിട്ട് ഞാൻ ഇതിൽ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ റെസ്റ്റോറന്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡർ എന്ന് പറയുന്നത് ഡിമെൻഷ്യ, ഓർമ്മശക്തി കുറഞ്ഞാൽ അവിടെ ഓർഡർ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഓർമ്മ കുറവുണ്ട്. ഓരോ ടേബിളിലും ഓർഡർ എടുക്കാൻ വരുന്ന ഓർമ്മക്കുറവുണ്ട്. അപ്പൊ അവര് ഓർഡർ എടുക്കും, അത് കിച്ചണിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഓർഡർ കൊടുക്കും. കിച്ചൺ ഓർഡർ ടിക്കറ്റ് എന്നാണ് ഇത് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ചെന്നിട്ട്. അവരതില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്നത് ആ ടേബിളിലായിരിക്കും. അവർക്ക് അതായത് 90% ഓർഡറുകളും തെറ്റായ രീതിയിലാണ് സെർവ് ചെയ്യുന്നത്, അതെടുത്തു. പക്ഷേ 99.99% കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. 99.99% അവിടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഹാപ്പിയാണ്. ഞാനിപ്പോ പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിന്ന് ഉച്ച കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര പേര് ആ റെസ്റ്റോറന്റിൽ ഹാപ്പി ആയിരിക്കും? ഒരു കാരണവശാലും കഴിഞ്ഞാലും കഴിക്കുന്ന ആ റെസ്റ്റോറന്റില് 90-99 hand over a photo of Mahatma Gandhi to Dr. Tony K. Thomas. He is giving that picture to Nakshatrakutam. സാഹം മാഹം 21 ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെ പറയാതെ മാറിപ്പോ ഭയങ്കര ഗംഭീരമായ ശബ്ദം. പാട്ടുപാടുക മാത്രം നല്ല പ്രസംഗിക്കുമ്പോൾ നല്ല ഘനഗംഭീരം. സ രീ ഗ മ പ ദ നീ സ നീ ദ പ മ ഗ രീ. It is the time for giving away the prizes and honoring everyone who is participated in the cultural programs. കൂർക്കഞ്ചേരി നക്ഷത്ര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല നടന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി അണിനിരക്കുന്ന യുവതി യുവാക്കളുടെ സംഗമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ, യുവതി യുവാക്കൾ ഒത്തുകൂടിയ അതിമനോഹരമായ അതിസമ്പന്നമായ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്.
മൊബൈലിൽ എല്ലാരും ശ്രദ്ധിച്ചു നോക്കിയോടോ. നോട്ടടിച്ചു വരുന്ന സമയാണ്. ഗാനലോല വീഥികളിൽ വേണുപോതും എങ്കിലും എന്റെ മലയാളി താരകങ്ങൾ പുഞ്ചിരിച്ച നീലവാനച്ചോ ഒരു വീട്ടിലെടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാതെ ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ നാട് അതിമനോഹരമായിട്ട് അതിമനോഹരമായി നൃത്തം ചെയ്ത ആസ്വാദകർക്ക് എല്ലാവരും The program came to an end by the Thanksgiving speech by U3A Nakshatrakuttam Joint Coordinator Suhara P. Teacher.